ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അന്ന് വന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കവിതയെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. മേ ബി ഞാൻ അത്ര വലിയ കവിയൊന്നുമല്ല, പക്ഷെ നമ്മളൊരു ചെറിയ കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു ചെറിയൊരു കവിത നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് കവിതയ്ക്ക് കിടക്കാം. കാണുന്ന ലോകത്ത് കാണാതെ പോയ ഇഷ്ടങ്ങൾ, കണ്ണുകൾ കോർത്തിട്ടും മനസ്സുകൾ കോർത്തില്ല, കണ്ടിട്ടും കാണാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് കരയുകയാണ്. ആഗ്രഹവും അർഹതയും അർഹതപ്പെടാതെ പോയ നിമിഷത്തെ ഓർത്ത് വിഷമിക്കുകയാണ് ഞാൻ. ആദ്യ കാഴ്ചയിൽ ആഗ്രഹങ്ങൾ ആലപിച്ചും അവസാന കാഴ്ചയിൽ വിഷമങ്ങൾ പുലമ്പി. പലപ്പോഴും ഞാൻ ഈ കവിത പലരോടും പറഞ്ഞപ്പോഴെല്ലാം ഇതൊരു വൺ സൈഡിൻ്റെ ഒരു രീതിക്കാണ് അവരെല്ലാം കാണുന്നത്. പക്ഷെ ഞാൻ ഈ കവിത എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലൂടെ എന്തൊക്കെ ഒരു മേഖലയിൽ കൂടെ അവർ കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എഴുതിയത്. ഇതിൽ വൺ സൈഡും ഉണ്ട്, മേ ബി ഇതൊരു വികാരം പ്രണയല്ലേ ഉണ്ട്. നമുക്ക് ഈ വരികളൊക്കെ എഴുതിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ വിശാലമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കവിത പറയുമ്പോൾ ഈ കവിതയിൽ ഞാൻ എന്ത് ഉൾക്കൊണ്ടിട്ടാണ് ഈ കവിതകളൊക്കെ എഴുതിയതെന്നും നിങ്ങളെ അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഓരോ വരികളായിട്ട് നിങ്ങൾക്ക് കാണുന്ന ലോകത്ത് കാണാതെ പോയ ഇഷ്ടങ്ങൾ. മേ ബി അത് ഞാൻ ആദ്യത്തെ വരി പ്രണയത്തിന് ഉദ്ദേശിച്ചത് തന്നെയാണ്. അതൊരു വൺ സൈഡ് എന്നാണ്. കണ്ണുകൾ കോർത്തിട്ടും മനസ്സുകൾ കോർത്തില്ല. അത് പരസ്പരം ഇഷ്ടമുണ്ടായിട്ടും അത് യോജിച്ച് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നിച്ച് ചേരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം, അതൊക്കെയാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ വരി, കാണുന്ന ലോകത്ത് കാണാതെ പോയ ഇഷ്ടങ്ങൾ, കാണുന്ന ലോകത്ത് കാണാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് കരയുകയാണ്. ഈ ലൈൻ ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് വെച്ചാൽ, ഒരു സ്ത്രീ ഒരു പെണ്ണ് കാണൽ ചടങ്ങുന്ന സമയത്ത് അവൾക്കറിയാം എൻ്റെ ആഗ്രഹം ഇതല്ല, ഒരു കല്യാണമല്ല, അതിനു മറിച്ച് സ്വന്തം ആഗ്രഹങ്ങളിൽ പിന്നാലെ പോകണമെന്നാണ്. ബട്ട് അവൻ്റെ സാഹചര്യം, വീട്ടുകാരൻ്റെ ഒരു പ്രഷറൊക്കെ കാരണം കൊണ്ട് അത് ഒഴിവാക്കുന്നത്. അതാണ് അവളുടെ കണ്ണുകളിൽ അവളുടെ ആഗ്രഹങ്ങൾ വേറെ കണ്ണുകൾ കാണുന്നുണ്ട്, പക്ഷെ ആരും അതൊന്നുമില്ല, അവളുടെ ആഗ്രഹം കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പിന്നെ അവസാന വരി, ആദ്യ കാഴ്ചയിൽ ആഗ്രഹങ്ങൾ ആലപിച്ചും അവസാന കാഴ്ചയിൽ വിഷമങ്ങളും. ഒരു ജനിക്കുന്ന ഒരു കുട്ടി ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷെ മരിക്കുന്ന സമയത്ത് വിഷമങ്ങൾ പുലമ്പെയാണ് മരിക്കുന്നത്. ഇത് അത്ര വലിയ കവിയൊന്നുമല്ല, പക്ഷെ എൻ്റെ കൊച്ചു മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു കവിത ഞാൻ ഇവിടെ. നന്ദി, നമസ്കാരം.